ഹലോ ഗൈസ്, ഞങ്ങൾക്കിന്ന് ലീവാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും ഒക്കെ വയ്ക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചിക്കൻ വാഷ് ചെയ്യാണ്. പിന്നെ ഞങ്ങൾ ആവശ്യത്തിന് അരി എടുത്ത് അളവെടുത്തിട്ട് കഴുകിയെടുത്തു. എന്നിട്ടത് കുക്കറിലിട്ട് നെയ്യൊക്കെ ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയിട്ട് അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഞങ്ങൾ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. റൈസിനുള്ള പ്രിപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വെള്ളം ഒഴിച്ച് കുക്കറിലാണ് നമ്മൾ റൈസ് വേവിക്കുന്നത്. ആവശ്യത്തിന് പാകത്തിന് അരിയൊക്കെ എടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേവിക്കാൻ വേണ്ടി പോകുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാം കൂടെ ഒരേപോലെ. ഉപ്പൊക്കെ എല്ലായിടത്തും ആവാൻ വേണ്ടി നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കുറച്ചുകൂടി നെയ്യ് നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂകി കൊടുത്തു. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒരു വിസിൽ വരുന്ന വരെ നമ്മൾ വേവിക്കുവാണ്. അടുത്തായിട്ട് നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം അതിൽ കുറച്ച് ഉപ്പിടുകയാണ്. പിന്നെ നമ്മൾ പാകത്തിനുള്ള മസാലകളൊക്കെ ഇടുക. ഹോസ്റ്റലായതുകൊണ്ട് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സാധനം ഇവിടെ കിട്ടുള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ വറക്കുന്നത്. വീട്ടിലുള്ള പോലെ നമുക്ക് വിശാലമായിട്ടൊന്നും വറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ടുള്ള മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ നമ്മൾ കുറച്ച് ചിക്കൻ മസാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ മസാല പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിപ്പൊടിയാണ് അവിടെ പാക്കറ്റിലാക്കി വെച്ചിട്ടുള്ളത്. വേറെ ഒന്നും വിചാരിച്ച് ആരും തെറ്റിദ്ധരിക്കരുത്, അത് അരിപ്പൊടിയാണ്. അപ്പോൾ ഞങ്ങൾ കോൺഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അരിപ്പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതൊന്ന് ആ ഒരു ക്രിസ്പിനെസ് ചിക്കന് കിട്ടാൻ വേണ്ടി നമ്മൾ ഒന്നുകിൽ കോൺഫ്ലവർ അല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ അരിപ്പൊടിയാണുള്ളത്, അതുകൊണ്ട് ഞങ്ങൾ അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അരിപ്പൊടി കുറച്ചിട്ടു, പിന്നെ ഉപ്പിട്ടു, മുളക് പൊടി ഇട്ടു. മുളക് പൊടി നമുക്ക് കാശ്മീരി ആണെങ്കിൽ ഒരു 3 സ്പൂണൊക്കെ കുഴപ്പമില്ല, ടീസ്പൂൺ. അല്ലാതെ നമ്മുടെ എരിവുള്ളതാണെങ്കിൽ വളരെ കുറച്ചിട്ടാൽ മതി. ഒരു 1.5 ഒക്കെ ഇട്ടാൽ മതി. ഒരു 1.5 സ്പൂണൊക്കെ ഇട്ടാൽ, ഒരു 1.5 സ്പൂണൊക്കെ ഇട്ടാൽ അത്യാവശ്യം എരിവുണ്ടാവും. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഉള്ളത് എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞങ്ങൾ അതാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടും പിന്നെ ഒരു നല്ലപോലെ അത് പിടിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തൈര് ആഡ് ചെയ്യാം. പക്ഷേ ഇവിടെ ഉള്ള തൈര് എന്ന് പറയുന്നത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയാണ്. നല്ല തിക്കായിട്ടുള്ള തൈരാണ് ഒന്നും കൂടെ നല്ലത്. അതെടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ഒരു അരടപ്പ് നാരങ്ങ നീരോ വിനെഗറോ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇതിവിടെ ഒഴിക്കുന്ന തൈരായതുകൊണ്ട് ഭയങ്കര ലൂസാണ്, തിക്കായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ലൂസായിരുന്നാലേ ആ ഒരു പുളിപ്പൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് അതിൻ്റെ മേലിൽ കൂടെ ഒരു നുള്ള് ഇങ്ങനെ തൂവി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഒഴിച്ചിട്ട് ഞങ്ങൾ പിന്നെയും എന്ത് ചെയ്യാണ്, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ അതൊന്ന് സെറ്റാവാൻ വേണ്ടി വെക്കണം. എന്നാലേ ആ മസാലയൊക്കെ വൃത്തിക്ക് പിടിക്കും. അപ്പോഴേ നമ്മളെടുത്ത് വറുത്ത് കഴിഞ്ഞാൽ മസാല വേറെയും ചിക്കൻ വേറെയായി പോകും. ചിക്കനിൽ അധികം മസാല പിടിക്കാതെ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മളത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുന്നത്. നമുക്ക് ഒരു പെട്ടെന്ന് വറുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്താലും മതി. ഇപ്പം ഞങ്ങളിവിടെ ഫ്രിഡ്ജിലാണ് എടുത്ത് വെക്കുന്നത്. എന്നിട്ട് ചട്ടി ചൂടായപ്പോൾ നമ്മളത് ഓരോന്നായിട്ട് അരമണിക്കൂർ ശേഷം എടുത്തിട്ട് വറുക്കുകയാണ് ചെയ്യുന്നത്. അരമണിക്കൂർ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വറുക്കാൻ വേണ്ടി എടുത്തത്. എന്നിട്ട് അത് പതുക്കെ തിളച്ച എണ്ണയിലോട്ട് ഇട്ടിട്ട് നമ്മൾ വറുക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ മൊരിയിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇട്ട് വറുക്കണം. അപ്പോൾ ഞങ്ങൾ ഒരു നേരത്തേക്കുള്ള കണക്കിനാണ് ഞങ്ങൾക്ക് 4 പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ള ഫുഡാണ് എടുത്തത്. ഞങ്ങൾ ഒരു 2 kg ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ചിക്കൻ ഇവിടെ അങ്ങനെ നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി അത് 1/2 കിലോ ആ കണക്കിന് തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 2 kg ചിക്കനാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ കുറച്ച് ചിക്കനേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. ഉച്ചയ്ക്ക് കഴിക്കാൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. 4 ആൾക്ക് ഒരു 1.5 ഗ്ലാസ് അരിയാണ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഹോസ്റ്റലിൽ ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഓൾറെഡി വീട്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഹോസ്റ്റലിൽ ചെയ്യുമ്പോൾ കണക്കൊക്കെ തെറ്റുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനുള്ളതുണ്ടായിരുന്നു. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇടാം, കാരണം ഉച്ചയ്ക്ക് നമുക്ക് കുറച്ചുകൂടി വിശപ്പുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി കഴിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി ഒരു ട്രയൽ പോലെ ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ ഞങ്ങൾ സക്സസ്ഫുള്ളായി. പിന്നെ അടുത്ത പ്രാവശ്യം നമുക്കൊന്നുകൂടെ വേണമെങ്കിൽ മോഡിഫൈ ചെയ്തൊക്കെ ഉണ്ടാക്കാം. ഞങ്ങളിപ്പോൾ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്.
ചിക്കൻ നല്ലപോലെ മൊരിഞ്ഞ് പിരിഞ്ഞ് വരണം, എന്നാലേ നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു ക്രിസ്പിനെസ് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മൊരിഞ്ഞിട്ടുണ്ട്. റൈസ് നമ്മൾ ഓൾറെഡി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കുക്കറിൽ വെച്ചത് കണ്ടല്ലോ, അത് ഇതേപോലെ സെറ്റായി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ആ റൈസാണ് എടുക്കുന്നത്. റൈസ് പെട്ടെന്നായി, ചിക്കൻ വേവാനാണ് കുറച്ച് നേരം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് സാലഡും കൂടെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് തൈരിൽ കുറച്ച് മുളകിട്ട് അങ്ങനെ ഉള്ളതൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾ പോയി കഴിക്കട്ടെ. ടാറ്റാ, ബൈ ബൈ.